ഈ നവജാത ശിശുക്കളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? നമ്മളിപ്പോൾ ന്യൂ ബോൺസിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ 1028 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ന്യൂ ബോൺ ആണ്, നവജാത ശിശുക്കളാണ്. 28 വരെ ഫ്രജൈലാണ് കുഞ്ഞുങ്ങൾ. ഡെലിവറി കഴിഞ്ഞിങ്ങനെ വരുന്ന സമയമാണ്. ആ 28 ദിവസം നമ്മൾ അധികം ഗസ്റ്റുകളും കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വരുന്നത്. കുഞ്ഞിനെ സെപ്പറേറ്റ് ആയിട്ട് ശ്രദ്ധിക്കണം, പ്രോപ്പറായിട്ട് കവർ ചെയ്യണം. നമ്മൾ മഞ്ഞപ്പ് ചെറുതായിട്ടെന്ന് പറഞ്ഞ് വെയിലത്തുകൊണ്ടൊക്കെ എടുത്തത് രാവിലെ, ആ വെയിൽ ഇളം കാറ്റടിച്ച് കുഞ്ഞിന് അസുഖം കൂടും, വയ്യായികൾ വരും. അപ്പം നമ്മൾ മഞ്ഞപ്പ് ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും, ഫോട്ടോതെറാപ്പി ഉണ്ട്, അപ്പോൾ അതിന് കറക്റ്റ് ചെയ്യാം. ചെറിയ മഞ്ഞപ്പാണെങ്കിൽ തനിയെ മാറിക്കോളും. മൂത്രം ഒഴിക്കുന്നു, വയറ്റിൽ പോകുന്നു, ക്ലിയർ ആയി അമ്മയുടെ പാല് നല്ലപോലെ കൊടുക്കുന്നു, പൊതിഞ്ഞ് ചൂടിൽ കിടത്തുന്നു, മഞ്ഞപ്പം കുറഞ്ഞോളും. അപ്പൊ ഈ കുഞ്ഞിനെ നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ പൊക്കിൾക്കൂടി വീഴുന്ന വരെ നമ്മൾ സത്യം പറഞ്ഞാൽ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തുടച്ചെടുത്താൽ മതി. പിന്നെ കുഞ്ഞത്ത് അഴുക്കിലേക്കൊന്നും പോകുന്നില്ലല്ലോ. ഇനി കഴിഞ്ഞിട്ട് പൊക്കിൾക്കൂടി വീണ ശേഷമാണെങ്കിലും നമ്മൾ പറയാൻ വെച്ചാൽ എണ്ണ വെച്ചുള്ള കുളിയൊന്നും നമുക്ക് അപ്പം ആവശ്യമില്ല. ഒരു കാക്കക്കുളി പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കാം, ഇളം ചൂടുവെള്ളത്തിൽ ടപ്പേന്ന് കുളിപ്പിച്ചെടുക്കാം, അതേ സമയം വെള്ളത്തിൽ കിടത്തിയിട്ട്. 28 കഴിഞ്ഞോ ഫൈൻ. ഇനി നമ്മൾ കുറച്ചാൽ വെള്ളത്തിൽ കിടത്തണം, എണ്ണ തേപ്പിക്കണം, മസാജ് ചെയ്യണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മയുടെ ടച്ചും കാര്യങ്ങളൊക്കെ കുഞ്ഞിന് അന്നേരം ആവശ്യമാണ് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക്. അപ്പം നമ്മൾ ന്യൂ ബോൺസ് പീരീഡിൽ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ, ഈ കുഞ്ഞുങ്ങൾ ഫാൻ്റെ കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവർ മൂക്കടഞ്ഞു പോകും. നമ്മൾ പറയാൻ വെച്ചാൽ ഇവർ ഒബ്ലിഗേറ്ററി നാസൽ ബ്രീത്തേഴ്സ് ആണ്, മൂക്കൊണ്ട് മാത്രമേ ശ്വസിക്കത്തുള്ളൂ. നമ്മൾക്ക് മൂക്കടഞ്ഞു പോയാലും ശ്വസിക്കാൻ പറ്റും. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അവരിത് പഠിക്കുന്നത് എപ്പോഴാണ്? 6 മാസം കഴിയുമ്പോഴാണ്. ഇപ്പം ഈ 6 മാസം വരെ നമ്മൾ ഫാൻ്റെ കാറ്റിൽ നിന്ന് മാറ്റി കിടത്തണം. അതുപോലെ ഫാൻ്റെ ചോട്ടിൽ നിന്ന് പാല് കൊടുക്കാതിരിക്കണം, കാറ്റ് മുഖത്തേക്ക് നേരത്തെ അടിക്കാതിരിക്കണം. കാരണം കാറ്റടിച്ച് കഴിഞ്ഞാൽ മൂക്കടഞ്ഞു പോകും, കുഞ്ഞിന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും, കുഞ്ഞ് കരയും, പാൽ കുടിക്കാൻ പ്രയാസമുണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്തൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മിനിമം സ്പീഡിൽ ഫാൻ ഇടുക. AC ആണെങ്കിൽ 26-28 ഡിഗ്രി സെന്റിഗ്രേഡ്, കുഴപ്പമില്ല. ഫാൻ ആണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ മൂക്കിൽ നമ്മൾ സലൈൻ തുള്ളി മരുന്ന് ഒഴിച്ചു കൊടുക്കുക, തല ഉയർത്തിപ്പിടിച്ച് ഫീഡ് ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മൾ ഒത്തിരി മൂക്കടക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് വേറെ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് തരാം. അതുപോലെ തന്നെ മൂക്കിൽ ഇപ്പോൾ പാല് തിരിച്ചിങ്ങനെ വന്ന് പലപ്പോഴും വരാറുണ്ട് കുടിച്ചു കഴിയുമ്പോൾ. അത് നമുക്ക് തന്നെ ചപ്പി വലിച്ച് കളയാം, വേറെ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി മ്യൂക്കസ് ഒക്കെ മൂക്കിൽ വന്ന് കിടക്കുകയാണെങ്കിൽ സലൈൻ ഒഴിച്ച് ക്ലീൻ ചെയ്യാം. നമ്മൾ ചുമ്മാ ചീറ്റി കളയുന്നേക്കാളും നല്ലത് ഈ സലൈൻ തുള്ളി മരുന്ന്, നോർമൽ സലൈൻ കിട്ടും, അത് ഇങ്ങനെ 2 തുള്ളി എക്സ്ട്രാ ഒഴിച്ചിട്ട് കുതിർത്തിട്ട് ചീറ്റി കളഞ്ഞ് വൃത്തിയാക്കി മൂക്ക് വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ആശ്വാസം കുഞ്ഞിന്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.